അതില നൂറ ഷാനവാസ് ഒന്ന് എണീറ്റ് നിൽക്കോ. നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഗൂഢാലോചന നടത്തി ആർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് അക്ബറിനായിരുന്നു. ആണോ? ആ അക്ബർ കണ്ടോ? അക്ബർ എന്താ ദ്രോഹം ചെയ്തോണ്ടിരിക്കുന്നത്? അക്ബർ ഞങ്ങൾ ദ്രോഹിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കാണുമ്പോ ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെയാണ് ദ്രോഹം എന്ന് പറഞ്ഞാൽ? എന്താണ് നിങ്ങൾ എന്താ ചേട്ടാ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അയാൾ സമ്മതിച്ചു തരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുക? അതാണ് ദ്രോഹം. അല്ലല്ല, ഞങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്, സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഒരു പ്ലാൻ ചെയ്തു. അങ്ങനല്ല, അക്ബറിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഓരോരുത്തരെ എവിക്റ്റായി പോയി. എവിക്റ്റായി പോയതിനു ശേഷം അക്ബർ പിന്നെ നമ്മൾ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവരടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും കാലം നിങ്ങളെ ദ്രോഹിക്കാൻ നടന്ന ഒരാൾക്കാരെ കൂട്ടത്തിൽ നിൽക്കരുത്. സത്യമായിട്ട് എനിക്കറിയില്ലല്ലോ ഏട്ടാ. നമ്മൾ തുടക്കത്തിലും നമ്മൾ നല്ല വൈബായിരുന്നു. പിന്നെ ലാലേട്ട പൊരുത്തക്കേടുകൾ ഉണ്ടാവും, അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇപ്പൊ അവരുദ്ദേശിക്കുന്നത് പോലെ ഞാൻ ഉദ്ദേശിക്കണമെന്ന് അവര് വാശി പിടിക്കാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കണ പോലെ നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ഞാൻ വാശി പിടിക്കാറില്ല. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഇറങ്ങി. പക്ഷെ അതിനുശേഷം ഞാൻ പരമാവധി ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കിവിടെ ഈ പറയണത് പോലെ പലരുമായിട്ടും പൊരുത്തക്കേടുണ്ട്. പക്ഷെ എനിക്ക് ആ ടാസ്ക് കിട്ടിയപ്പോ ഞാൻ ചിന്തിച്ചിട്ടില്ല.